ഹലോ എവരിവൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കുറിച്ചിട്ടാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഫിഷ്യൻ മെത്തേഡ് ആണ്. നമ്മൾ ചില ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഇന്റഗ്രൽ ഇക്വേഷൻസും എല്ലാത്തിനും അല്ല പറയുന്നത്, ചില ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഇന്റഗ്രൽ ഇക്വേഷൻസിനെയും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നല്ലൊരു മെത്തേഡാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡെവലപ്പ് ചെയ്തത് ഹെബ്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, ഒലിവർ ഹെബ്സൈഡ്. ഒലിവർ ഹെബ്സൈഡ് ഒരു 1890s ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നാണ് അതിന് പേര് കൊടുത്തത്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പെരെ സിമൺ മാർക്കസ് ഡി ലാപ്ലാസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ, അദ്ദേഹം ഈ മെത്തേഡ് ഓൾമോസ്റ്റ് ഒരു 100 years ബാക്ക്, ഒരു 1799 ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോബബിലിറ്റി, തിയറി ഓഫ് പ്രോബബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ ഹെബ്സൈഡ് ഒരു ഓൾമോസ്റ്റ് 100 years കഴിഞ്ഞതിന് ശേഷമാണ് ഈ മെത്തേഡിനെ ഡെവലപ്പ് ചെയ്തിട്ട് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ടെക്നിക്സ് പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് കൊണ്ടുവന്നത് ഹെബ്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ ഹെബ്സൈഡ് കാൽക്കുലസ് എന്നും പറയും. അത് അത്ര ഫെമിലിയർ അല്ല ഈ നെയിം. ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നല്ല ഫെമിലിയർ ആയിട്ടുള്ള നെയിം, എല്ലാവരുടെയും അറിയപ്പെടുന്നത്. പക്ഷെ ഹെബ്സൈഡ് കാൽക്കുലസ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, കാരണം പറഞ്ഞ മാതിരി ഒലിവർ ഹെബ്സൈഡ് ആണ് ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹെബ്സൈഡ് കാൽക്കുലസ് എന്നും പറയും. ഇനി നമുക്കൊരു ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് എന്നുള്ളത് നോക്കാം. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പോസിറ്റീവ് വാല്യൂസ് ഓഫ് ടിക്ക്, ഓക്കെ, അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ടിക്ക് ഡിഫൈൻഡ് ആണെന്ന് വിചാരിക്കാം. 0 അല്ലെങ്കിൽ അതിനെക്കാട്ടിലും മുകളിൽ വരുന്ന ടി വാല്യൂസിന് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് എന്ന് വിചാരിക്കാം. ദെൻ ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ, ഇതിനെ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ എൽ ഓഫ് എഫ് എന്നുകൊണ്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. This Laplace transform is defined to be integral 0 to infinity. Integral 0 to infinity e raised to minus st f of t dt. ഓക്കെ, ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഇന്റഗ്രലിനെയാണ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus st f of t dt. ഇങ്ങനത്തെ ഇന്റഗ്രൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്റഗ്രലിനെയാണ് നമ്മൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ദിസ് എസ് വാല്യൂ can be any real or complex values. ഓക്കെ, ഇവിടുത്തെ എസ് എന്ന് പറയുന്ന പാരാമീറ്റർ ഏതെങ്കിലും ഒരു റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇ റേസ്ഡ് മൈനസ് എസ് ടിയിലത്തെ എസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ തന്നെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ദിസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ്. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം സ്മോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാം, നമ്മൾ ഇന്റർഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ വി ഗെറ്റ് ദിസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ടു ബി എ ഫംഗ്ഷൻ ഇൻ എസ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ ഫംഗ്ഷൻ ടി എന്ന് പറയുന്ന പാരാമീറ്ററിലുള്ള ഫംഗ്ഷനെ
നമ്മൾ എസ് എന്ന് പറയുന്ന പാരാമീറ്ററിലുള്ള ഫംഗ്ഷൻ ആക്കി മാറ്റി. അപ്പൊ ആക്ച്വലി ലാപ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാ വരിക? ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഇൻ എസ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എഫ് ഓഫ് എസ് വെച്ച് ഡിനോട്ട് ചെയ്തത്. അപ്പോ ക്യാപിറ്റൽ എഫ് എന്ന് കാണിക്കാൻ കാരണം അത് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെന്ന് പറയാനാണ്. സാധാരണ ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് കാണിക്കാനാണ് കറസ്പോണ്ടിങ് ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഇൻ ദ വേരിയബിൾ എസ്. therefore നമ്മൾ അതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് which is equal to integral 0 to infinity e raised to minus st f of t dt. നമ്മൾ പറഞ്ഞു നോൺ നെഗറ്റീവ് വാല്യൂസിനാണ്, ദാറ്റ് ഇസ് t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഡിഫൈൻഡ് ആയത്. അതുകൊണ്ടാണ് ഇന്റഗ്രൽ 0 to infinity എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ എൽ ഓഫ് സ്മോൾ എഫ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെ തരുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഓപ്പറേഷനെയാണ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഓപ്പറേഷൻ ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റിംഗ് ഫ്രം ദിസ് ഇൻടു ഇ റേസ്ഡ് മൈനസ് എസ് ടി ഇൻടു എഫ് ഓഫ് ടി. ഈ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിംഗ്ലി നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ആണ് സ്മോൾ എഫ് ഓഫ് ടി എന്നുള്ളത് പറയാം. അപ്പൊ ഈ സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെന്ന് പറയാം. ദാറ്റ് ഈസ് സ്മോൾ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. നോക്കുക, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. അപ്പൊ എൽ ഇൻവേഴ്സ് ഓഫ് എൽ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എഫ് ഓഫ് ടി തന്നെ കിട്ടും. അപ്പൊ ഈ ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻസിനെ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടും കറസ്പോണ്ടിങ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടും ഡിനോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ സ്മോൾ വൈ ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ക്യാപിറ്റൽ വൈ ഓഫ് എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതേമാതിരി ക്യാപിറ്റൽ വൈ ഓഫ് എസിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് സ്മോൾ വൈ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് എസ് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ടിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ടി എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ എസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എലമെന്ററി ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നോക്കാം. ദാറ്റ് മീൻസ് അത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് റിസൾട്ടുകളാണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. ഫസ്റ്റ് വൺ, എൽ ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. അപ്പൊ 0 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 0 ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. 0 where t is greater than or equal to 0. ഓക്കെ, 0 ആയി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ടിക്കും എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പൊ എൽ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? എൽ ഓഫ് എഫ് ഓഫ് ടി ദാറ്റ് ഇസ് ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. dt that is integral 0 dt which is equal to 0. 0 to infinity നെ 0 to infinity ഇന്റഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 തന്നെയാണ്. therefore L of 0 is equal to 0. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിസൾട്ട് നോക്കാം. 1/s എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് എന്നുള്ളത്. L of 1/s. L of 1/s അല്ല, സോറി, L of 1/s അല്ല, L of 1 കോൺസ്റ്റന്റ്. 1/s പറ്റില്ലല്ലോ, കാരണം s എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലേ. L of s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s ആണെന്നാണ് പറയുന്നത്. നോക്കാം എന്താ വരികയെന്ന്. L of 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ അറിയാം? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. L of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ 0 to infinity e raised to minus s t f of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 dt.
അപ്പൊ എന്താണ് ഇ റേസ് ടു മൈനസ് എസ് ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസസ് ഫ്രം 0 to infinity വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1/s ഞാൻ പുറത്തേക്ക് എടുത്തു. ഇ റേസ് ടു മൈനസ്, കാരണം 1/-s കോൺസ്റ്റന്റ് ആണ്, സോ പുറത്തേക്ക് എടുത്തു. ഇനി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എസ് ഇൻറ്റു ടിക്കാണ് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് 0, ലോവർ ലിമിറ്റ് 0 ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/e റേസ് ടു ഇൻഫിനിറ്റി, 1/e റേസ് ടു ഇൻഫിനിറ്റി മൈനസ് 1/e റേസ് ടു 0. ഇ റേസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ 1/e റേസ് ടു ടി എന്നല്ല അല്ലെ, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/e എന്നാണ്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 1/s ഇൻറ്റു 1/ഇൻഫിനിറ്റി എന്നാണ്. ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാ, 1/ഇൻഫിനിറ്റി 0 മൈനസ് 1/e റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് 1/s ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഈസ് 1/s. അപ്പൊ L ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/s ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിസൾട്ട് നോക്കാം. മൂന്നാമത്തെ റിസൾട്ട് L ഓഫ് ടി. ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s² ആണ്, വേർ s ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറയുന്നത്. നോക്കാം. L ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ഫംഗ്ഷൻ f ഓഫ് ടി എന്താണ്? ടി ആണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f ഓഫ് ടി is equal to t for t greater than or equal to 0. For all t greater than or equal to 0. കാരണം നമ്മുടെ ഫംഗ്ഷൻ ടി വേരിയബിള് നോൺ നെഗറ്റീവ് വാല്യൂസിനാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? L of t is equal to integral 0 to infinity e raised to minus st into t. ഓക്കെ, അപ്പോ ഇവിടെ എങ്ങനെയാ നമ്മൾ ചെയ്യാ? ഐലേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെ, കാരണം ഇന്റഗ്രേഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ബൈ പാർട്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ നമ്മൾ ഐലേറ്റ് എന്നുള്ള ഫോം യൂസ് ചെയ്തിട്ടാണ് നോക്കുക. ഇൻവേഴ്സ്, ലോഗരിതമിക്, അരിത്തമെറ്റിക്, ട്രിഗ്നോമെട്രിക്, എക്സ്പൊണൻഷ്യൽ. അപ്പൊ ട്രിഗ്നോമെട്രിക്കും എക്സ്പൊണൻഷ്യലാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെയാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട്, പിന്നെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity t into e raised to minus st. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എങ്ങനെയാണ് ഇത് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അതല്ല നമ്മളുടെ ബൈ പാർട്സ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ദാറ്റ് ഇസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഫ്രം 0 to infinity മൈനസ് ഇന്റഗ്രൽ 0 to infinity ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ടി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ e raised to minus st by minus s into t. ഓക്കെ, അപ്പോ നമ്മൾ ഇനി ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇൻഫിനിറ്റി ഇൻറ്റു മൈനസ് 1/s അവിടെ നിൽക്കട്ടെ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആവും. അപ്പൊ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം 0 ആയി. ഈ 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 ഇൻറ്റു എന്ന് പറഞ്ഞു വരും. അപ്പൊ ടോട്ടലി നമ്മളുടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 0 ആയിട്ട് പോകും. അപ്പൊ ഈ ടേം പോയി 0 ആയി. ഈക്വൽ ടു -1ഉം ഇവിടെ ഒരു -1/s ഉണ്ട്. അപ്പൊ ഈ 1/s -1/sനെ നമ്മൾ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ 1/s ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity e raised to minus st. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? e raised to minus st by minus s from 0 to infinity. That is minus 1/s square into e raised to minus st 0 to infinity അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 1/e raised to infinity by 1/e
e raised to 0. That is, ഇത് 0 ആണ്, ഇവിടെ 1 ആണ് വരിക. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ 1 ബൈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞു വരും. ഇവിടെ എപ്പോഴേ പറയാൻ പറ്റുള്ളൂ, എസ് ഡിനോമിനേറ്ററിലല്ലേ, അപ്പോ എസ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്താണ് നമ്മൾക്ക് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. വേർ എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അതെന്തുകൊണ്ടാ പറയാൻ കാരണം, എസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ കാരണം വെച്ചാല് എസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും, മൈനസിന്റെ മൈനസ് പോസിറ്റീവ് ആവും. അപ്പൊ ഇ റേസ് ടു ടി അല്ലെങ്കിൽ പോസിറ്റീവ് ടേം ഇൻറ്റു ടി ആയിട്ട് മാറും. അപ്പൊ 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി നമുക്ക് വരില്ല, അതിന് പകരം എന്തായിട്ട് മാറും, ഇ റേസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോമാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ അല്ല വരിക, അത് ഇൻഫിനിറ്റിയിലേക്ക് പോവും. അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് കാണുന്നില്ല, ഇവിടെ മൈനസ് വന്നാൽ മാത്രമേ 1 ബൈ ഇ റേസ് ടു എസ് ടി എന്നുള്ള ഫോമിലേക്ക് ഇത് മാറുള്ളൂ. അപ്പോഴേ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് 0യും ഇവിടെ 1ഉമായിട്ട് വരുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു ഒരു നെഗറ്റീവ് ടേം ആണ്, പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഇ റേസ് ടു പോസിറ്റീവ് ആണ് ഇവിടെ വരിക. ഇ റേസ് ടു പോസിറ്റീവ് 0 ടു ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ പോവുക, ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകും. ഇത് 1 ബൈ ഇ റേസ് ടു എന്നായതുകൊണ്ടാണ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്തപ്പോ 0ലേക്ക് പോയത്. അതുകൊണ്ട് ഈ ഒരു ഫോം വരണമെങ്കിൽ 1 ബൈ ഇ റേസ് ടു എന്ന് വരണം, അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യലിന്റെ പവർ നെഗറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ എക്സ്പൊണൻഷ്യലിന്റെ പവർ നെഗറ്റീവ് ആവണമെങ്കിൽ ഈ എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടേം ആവണം. therefore 1 ബൈ എസ് സ്ക്വയർ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക when s is greater than 0. ഓക്കെ, അപ്പൊ എൽ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ എസ് സ്ക്വയർ ആണ് when s is greater than 0. ഓക്കെ, ഇനി അടുത്തത് എൽ ഓഫ് ടി റേസ് ടു n. എൽ ഓഫ് ടി റേസ് ടു n, എൽ ഓഫ് ടി റേസ് ടു n എന്ന് പറഞ്ഞാൽ that is equal to n factorial by s raised to n plus 1, n plus 1, n factorial by s raised to n plus 1. again ഇവിടെ s greater than 0 ആണെങ്കിൽ മാത്രമേ വരുള്ളൂ for all n values. n ന്റെ വാല്യൂ 1 2 3 മുതലേക്ക് എല്ലാ വാല്യൂസിനും അത് ട്രൂ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, f of t is equal to t raised to n for all t greater than or equal to 0. ഓക്കെ, അപ്പൊ എഗെയിൻ എൽ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റേസ് ടു എൻ ഡി ടി ആണ്. എഗെയിൻ ഹൈലൈറ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ടി റേസ് ടു എൻ ഫസ്റ്റ് ഫംഗ്ഷനും ഇ റേസ് ടു മൈനസ് എസ് ടി സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ടി റേസ് ടു എൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി മൈനസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി nth ഡെറിവേറ്റീവ് ടി റേസ് ടു എൻ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ടി റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി, മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഇൻറ്റു ഡി ടി. again this term will become 0. നേരത്തെ നോക്കിയിട്ടുള്ളത് മൈനസ് എന്നും ഇവിടെ ഒരു n ഉണ്ട്, ഒരു ബൈ മൈനസ് എസ് ഉണ്ട് അല്ലെ. അപ്പൊ n ബൈ മൈനസ് എസ് നമ്മൾ പുറത്തേക്ക് എടുത്തു, കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ മൈനസിന് മൈനസ് പ്ലസ് ആവും. സോ n ബൈ എസ് ഇൻറ്റു ഇന്റഗ്രൽ 0 ടു n ടി റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. നമുക്ക് നോക്കുക, എൽ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇവിടുത്തെ എഫ് നമ്മൾ ടി റേസ് ടു മൈനസ് എൻ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, നമുക്ക് എൽ ഓഫ് കാണുന്നുണ്ടോ, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ടി റേസ് ടു എൻ മൈനസ് 1 ഡി ടി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ടി റേസ് ടു എൻ മൈനസ് 1 ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ദിസ് ടേം വിൽ ബിക്കം എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 അല്ലെ. അപ്പൊ എന്ത് വന്നു, എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറയുന്നത് എൽ ഓഫ് ടി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു
n/s into L of t raised to n-1 ആയിട്ട് മാറി അല്ലേ? ഇനി എന്നിന്റെ വാല്യൂ മാറ്റി നമ്മൾ n-1 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? L of t raised to n-1 is equal to n/s into L of t raised to n-1 അല്ല n-2. അപ്പൊ ഞാനിത് മായ്ക്കാണ്. നമുക്ക് ഈ കിട്ടിയതിനെ അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. L of t raised to n എന്ത് വന്നു? n/s into L of t raised to n-1. ഇവിടെ നിന്ന് n-1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എന്നിന് പകരം n-1 എടുക്കുമ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് വരും? n/s into ഇവിടെ എന്താ വരിക? n-1/s എന്നുള്ള ഫോം വരും അല്ലെ? എന്നിന് പകരം n-1 ആണ്. അപ്പൊ n-1/s into എന്ത് വരും? L of t raised to n-2 അല്ലെ? ഇവിടെ നമ്മള് എന്നിന് പകരം n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ L of t raised to n-1 is equal to n-1/s into L of t raised to n-2. n-1 -1 ആണ് വരിക. എന്നിന്റെ അവിടേക്ക് n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഈ എഴുതിയത്. ഇനി അടുത്തത് n/s into n-1/s into ഇതിന് പകരം നമ്മൾ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് എന്നിന് പകരം n-2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ L of n-2 എന്താ വരിക? n-2/s into L of t raised to n-3. അപ്പൊ ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്ത് വരും? n/s into n-1/s into n-2/s into etc. into 3/s into 2/s into 1/s. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? L of 1 വരും. അല്ല, L of 1 അല്ല, L of t raised to 1 വരും. L of t raised to 1 വരും. L of t എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്താ കണ്ടുപിടിച്ച് വെച്ചത്? 1/s² ആണ് നമുക്ക് ഓൾറെഡി അറിയാം. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? n into n-1 into n-2 into etc. into 1 divided by എത്ര തവണയാണ്? 1 മുതൽക്ക് n വരെ വന്നു. അപ്പൊ s raised to n into L of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/s². അപ്പൊ n ഫാക്ടോറിയൽ 1/s വരെ അല്ലേ പോയത്? സോറി, ഇവിടെ 1/s വരില്ല നമുക്ക്. കാരണം എന്താണ്? L of t raised to n-1 വരെ വരുന്നു. അപ്പൊ L of t raised to 0 ഇല്ല. L of t raised to കുഴപ്പമില്ല, സോറി കേട്ടോ, ഇത് അങ്ങനെ എഴുതാം. എന്താണ്? 1/s into L of 1 ആണ് വരിക. L of t raised to 0 ആണ്. L of t അല്ല, L of t raised to n-1. That is L of t raised to 1 - 1 0. L of t raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? L of 1 അല്ലേ? അപ്പോ 1/s വരെ വന്നു. That is n factorial divided by s raised to n plus 1. ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചെയ്തു? n-1 ഇവിടെ കണ്ടുപിടിച്ചു വെച്ചു. അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? എന്നിനെ കണ്ടുപിടിച്ചു വെച്ചു. എന്നിന്റെ അവിടെ n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടി. L of n-1 എന്ന് പറയുന്ന ഈ ടേം കിട്ടി. ഇനി നമ്മൾ എന്നിന്റെ അവിടെ n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടിയത്. എന്നിന്റെ അവിടെ n-2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി L of t raised to n-2 കണ്ടുപിടിക്കാൻ. അപ്പൊ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടിയതാണ് നമുക്ക് ഈ ഫോം എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് n is equal to 1 ആവുന്ന സമയത്ത് എന്ത് വരും? ഇവിടെ L of നമുക്ക് ഏതുവരെ കൊണ്ടുപോവാം? എന്റെ വാല്യൂ നമ്മള് കുറച്ച് n കൊടുത്തു, n-1 കൊടുത്തു, n-2 കൊടുത്തിട്ട് അവസാനം നമുക്ക് 1 വരെ പോവാം. 1 അല്ല, t raised to 0 വരെ നമുക്ക് കുറഞ്ഞു പോവാൻ പറ്റും. t raised to 0 വരെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. L of 1 വേണമെങ്കിൽ നിർത്താം. കാരണം L of t നമുക്ക് വേണമെങ്കിൽ നിർത്താം. എന്നിന്റെ വാല്യൂ ഇതാവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ t raised to n ആണ്. ഓക്കെ,
എന്നിന്റെ വാല്യൂ നമ്മൾ പവർ വാല്യൂ n കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ ടി റേസ് ടു n ആണ്. അത് കഴിഞ്ഞ് അടുത്തത് ടി റേസ് ടു n മൈനസ് 1 ആവും. കുറഞ്ഞ് ടി വരെ പോവാം. ടി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ ടി റേസ് ടു 0 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 1 വരും. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് വെച്ച് നിർത്താം. കാരണം എൽ ഓഫ് ടി ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. എൽ ഓഫ് ടി നമുക്ക് ഓൾറെഡി അറിയാം 1/s² എന്നുള്ളത്. അപ്പൊ ഇവിടെ വെച്ച് നിർത്താം. അതല്ലെങ്കിൽ എൽ ഓഫ് 1ലേക്ക് പോവാം. എൽ ഓഫ് 1 1/s ആണ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതുവരെ വേണമെങ്കിൽ പോവാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇവിടെ എൽ ഓഫ് ടിയിൽ നിർത്തിയിട്ട് എൽ ഓഫ് ടി ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമ്മളിത് കുറഞ്ഞ് ലാസ്റ്റ് എന്ത് വരെ വന്നു? 1/s ഇൻറ്റു എൽ ഓഫ് 1 വരെ വന്നു. എൽ ഓഫ് 1 1/s ആണ്. 1 ന്യൂമറേറ്ററിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു n ആണ്. ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ. സോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? n ടൈംസ് ഇവിടെ നമുക്ക് s വന്നിട്ടുണ്ട്. സോ s റേസ് ടു n ഇൻറ്റു എൽ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s ആണ്. സോ s റേസ് ടു n പ്ലസ് 1. അപ്പൊ എൽ ഓഫ് ടി റേസ് ടു n ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റേസ് ടു n പ്ലസ് 1. ഇതാണ് 4 ബേസിക് ആയിട്ടുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ റിസൾട്ട്സ്. ഇനി നമുക്ക് ഒരു 4-5 റിസൾട്ടും കൂടി ഉണ്ട്. ദാറ്റ് മീൻസ് എക്സ്പൊണൻഷ്യലും പിന്നെ ട്രിഗ്നോമെട്രിക് വാല്യൂസ് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.